ഓപ്പറേഷൻ സിന്ദൂറും പ്രത്യാക്രമണവും പാകിസ്ഥാന്റെ അടിത്തറയിളക്കിയെന്ന് വ്യക്തം. ഭാരതത്തിന്റെ വായുസേന നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ 60% വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നാശം സംഭവിച്ചതായാണ് റിപ്പോർട്ട്. പാകിസ്ഥാന്റെ 8 വ്യോമതാവളങ്ങളാണ് ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ തകർത്തത്. ഭാരതം ഉന്നവച്ചതൊക്കെയും പാക് വ്യോമസേനയുടെ തന്ത്രപ്രധാന സ്ഥലങ്ങളായിരുന്നു. ഏറ്റവും കുറഞ്ഞ പരിക്കാണ് പാകിസ്ഥാന് വരുത്തിവെച്ചതെന്ന് ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പാക് വായുസേനയുടെ നട്ടെല്ല് തകർന്ന അവസ്ഥയാണ്. റഫീഖി, മുരിദ്, നൂർഖാൻ, റഹിംയാർ ഖാൻ, സുക്കൂർ, ചുനിയൻ, പസ്രൂർ, സിയാൽകോട്ട് എന്നിങ്ങനെ പാകിസ്ഥാന്റെ 8 വ്യോമത്താവളങ്ങളിൽ കനത്ത നാശമാണ് ഇന്ത്യൻ എയർഫോഴ്സ് വരുത്തിയത്. പാകിസ്ഥാൻ സൈനിക ആസ്ഥാനത്ത് നിന്നും വെറും 10 കിലോമീറ്റർ അകലെ റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമത്താവളം പാകിസ്ഥാൻ വ്യോമസേനയുടെ തന്ത്രപ്രധാന ഇടം കൂടിയാണ്. പാകിസ്ഥാന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും വ്യോമസേനാ മേധാവിയും അടക്കം ഉന്നത നേതാക്കളുടെ സഞ്ചാരം റഹിംയാർ ഖാൻ വ്യോമത്താവളം വഴിയാണ്. VIP സ്ക്വാഡ്രൺ 12ന്റെ ആസ്ഥാനം കൂടിയായ റഹിംയാർ ഖാൻ വ്യോമത്താവളം പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ പരിശീലന കേന്ദ്രവും കൂടിയാണ്. കാര്യമായ കേടുപാടുകളാണ് റഹിംയാർ ഖാൻ വിമാനത്താവളത്തിലുണ്ടായത്. ചാക്വാൾ ജില്ലയിലെ മുരിദ് വ്യോമത്താവളം പാക് വ്യോമസേനയുടെ ആളില്ലാ യുദ്ധ ആകാശവാഹിനികളുടെയും ഡ്രോൺ സംവിധാനങ്ങളുടെയും കേന്ദ്രമാണ്. പാക് വ്യോമ പ്രതിരോധ മേഖലയുടെ കേന്ദ്രബിന്ദു കൂടിയായ മുരിദ് താവളവും ഭാരതീയ വ്യോമസേന തകർത്തു. ഇസ്ലാമാബാദിൽ നിന്നും 337 കിലോമീറ്റർ തെക്ക് ധാങ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന റഫീഖി എയർബേസ് ഭാരതീയ വായുസേനയുടെ ആക്രമണത്തിൽ തകർന്നു. 10,000 അടി റൺവേയും അടിയന്തര ലാൻഡിങ്ങിനായുള്ള സമാന്തര ടാക്സിവേയുമുള്ള റഫീഖി താവളം നമ്പർ 34 ടാക്ടിക്കൽ അറ്റാക്ക് വിങ്ങിന്റെ ആസ്ഥാനമാണ്. പാകിസ്ഥാന്റെ മിറാഷ് വിമാനങ്ങളുടെ ബേസായ റഫീഖി 1965 യുദ്ധത്തിലും ഭാരതം തകർത്തിരുന്നു. രാജസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന റഹിംയാർ ഖാൻ വ്യോമത്താവളം പാകിസ്ഥാന്റെ ആഭ്യന്തര വ്യോമ മേഖലയുടെ പ്രധാന ഇടം കൂടിയാണ്. ഇവിടെയും വ്യോമസേന ആക്രമണം നടത്തി. പാക് വ്യോമസേനയുടെ F-16A-B വിമാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന 19 സ്ക്വാഡ്രൺ ഓപ്പറേഷണൽ കൺവേർഷൻ യൂണിറ്റ് പ്രവർത്തിക്കുന്ന സുക്കൂർ വ്യോമത്താവളവും തകർത്തു. പാകിസ്ഥാന്റെ രണ്ടാമത്തെ വലിയ വ്യോമത്താവളമായ ചുനിയൻ കൂടാതെ പസ്രൂർ, സിയാൽകോട്ട് തുടങ്ങിയ വ്യോമ കേന്ദ്രങ്ങളും ഭാരതീയ വ്യോമസേനയുടെ പ്രഹരം താങ്ങിയില്ല. അടുത്ത കാലത്തെങ്ങും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രഹരമാണ് പാക് വായുസേനയ്ക്ക് ഇന്ത്യൻ എയർഫോഴ്സ് നൽകിയത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഭാരതം നടത്തിയ ആക്രമണങ്ങൾ അതിൻ്റെ ഇമ്പാക്റ്റിൽ നിന്നും സമീപഭാവിയിലെങ്ങും പാകിസ്ഥാന് മോചനമുണ്ടാകില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നു. ഡൽഹിയിൽ നിന്നും S. നന്ദഗോപൻ, ജനം.